നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യ. ഒറ്റ വാചകത്തിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചാണ് ഡോക്ടർ അഭിരാമി ജീവിതത്തോട് വിട പറഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG സീനിയർ റെസിഡന്റായിരുന്ന അഭിരാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജീവിതം അടുത്തത് കൊണ്ടുപോകുന്നു, മരണത്തിൽ മറ്റാരും ഉത്തരവാദിയില്ല എന്നാണ് താമസ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്ത വെള്ള പേപ്പറിൽ അഭിരാമി എഴുതി വെച്ചിരുന്നത്. അനസ്തീഷ്യ മരുന്ന് ഓവർഡോസ് കുത്തിവെച്ചാണ് ജീവൻ ഒടുക്കിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അതിന്റെ തെളിവുകളും കിടപ്പുമുറിയിൽ നിന്നും കണ്ടെടുത്തു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മെഡിക്കൽ കോളേജിന് സമീപം PT ചാക്കോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ വെള്ളഞ്ഞാട് അഭിരാമത്തിൽ ബാലകൃഷ്ണൻ നായരുടെയും കുമാരി രമയുടെയും മകൾ അഭിരാമി ജീവൻ ഒടുക്കിയത്. അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട് അഭിരാമിയുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ പരാതി നൽകിയിട്ടില്ല. എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അഭിരാമിയുടെ ഭർത്താവ് ഡോക്ടർ പ്രതീഷ്, മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവരോടും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന മെഡിക്കൽ കോളേജ് CS സാബു ജി നേരിട്ട് സംസാരിച്ച് മൊഴി രേഖപ്പെടുത്തി. സന്തോഷകരമായ ജീവിതമായിരുന്നു അഭിരാമിയുടേതെന്നാണ് ഇവരെല്ലാം പറഞ്ഞത്. അന്വേഷണ ചുമതലയുള്ള SI ഷബ്നയുടെ നേതൃത്വത്തിൽ അഭിരാമിയുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ജോലി സ്ഥലത്തും വീട്ടിലും അഭിരാമിക്ക് പ്രശ്നങ്ങളൊന്നും ഉള്ളതായി അറിവില്ലെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ അഭിരാമി ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അച്ഛനുമായി സംസാരിച്ചു. വൈകിട്ട് കൊല്ലത്തെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നെന്നും പറഞ്ഞു. വൈകിട്ട് ഭർത്താവ് വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് അഭിരാമിയുടെ അമ്മയെ വിവരമറിയിച്ചു. തുടർന്ന് അമ്മ ഫോണിൽ വിളിച്ച് വീട്ടുടമയെ അറിയിക്കുകയായിരുന്നു. വീട്ടുടമസ്ഥർ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതിരുന്നതോടെ ജനൽ ചില്ലുകൾ തകർത്തപ്പോഴാണ് ബോധരഹിതയായ കയ്യിൽ സിറിഞ്ചുമായി കട്ടിലിൽ കിടക്കുന്ന അഭിരാമിയെ കണ്ടത്. 3 വർഷമായി മെഡിക്കൽ കോളേജിന് സമീപത്തെ ഈ വീട്ടിലാണ് താമസം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ച ശേഷം വെള്ളഞ്ഞാട്ടെ വീട്ടിലെത്തിച്ച് വൈകിട്ടോടെ സംസ്കരിച്ചു. പക്ഷേ സഹപാഠികൾക്ക് ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യ എപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. 3 മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ മെഡിക്കൽ കോളേജിലെ മറ്റൊരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യ. പക്ഷേ ഡോക്ടർ ഷഹനയുടെ വിശദമായ ആത്മഹത്യക്കുറിപ്പ് പോലീസ് അന്ന് ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചാണ് ഡോക്ടർ ഷഹനയും ജീവൻ ഒടുക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഫ്ളാറ്റിലെ മുറിയിൽ അബോധാവസ്ഥയിൽ PG വിദ്യാർത്ഥിനിയെ ഡോക്ടർ ഷഹനയെ കണ്ടെത്തിയത്. സഹപാഠികളാണ് അബോധാവസ്ഥയിൽ ഷഹന കിടക്കുന്നതും പോലീസിനെ അറിയിച്ചത്. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനു പിന്നാലെയാണ് ഫ്ളാറ്റിൽ നിന്നും നടത്തിയ പരിശോധനയിൽ ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ഷഹന സർജറി വിഭാഗത്തിൽ PG ചെയ്യുകയായിരുന്നു.